സോ ദിഗ്ജയുടെ വെഡ്ഡിങ് ഡേ ആണ്. ഐ കാൺ ബിലീവ് ദിഗ്ജയ് ഈസ് ഗെറ്റിംഗ് മാരീഡ് എന്ന്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ വയസ്സാണ്. ഒരു ചെറിയ മന്ത്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ എൻ്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള കസിൻസിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കും, ഷെയറൊക്കെ ചെയ്യുന്നതിൻ്റെ അടുത്ത് അവനിങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ച് പോകുന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും കൂടെ വളരുവാണല്ലോ എന്ന് ആലോചിച്ചിട്ടൊക്കെ. പിന്നെ ആ മൊമെൻറ്റ്സൊക്കെ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അധികം വീഡിയോസോ ഫോട്ടോസൊന്നും എടുക്കില്ല. ഇതിൽ തന്നെ നമ്മൾ ഗ്രൂം ഗ്യാങ് വരുന്ന വിധത്തിൽ ഞാൻ ഫസ്റ്റ് ഇപ്പുറത്തേക്ക് കൂടെ വന്നിട്ടെടുത്ത വീഡിയോ ആണ്. ഈ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിലും നിർത്തിയിട്ട് എനിക്ക് സങ്കടമൊക്കെ ആയി ഈ വീഡിയോ കാണുന്ന സമയത്ത്. ഇതാണ് നമ്മുടെ സൂര്യൻ്റെ ഗ്രൂമിൻ്റെ മദർ. അടുത്ത ഇലക്ഷന് സൂര്യൻ്റെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പേര് ജയിക്കുന്നൊക്കെ എനിക്ക് തോന്നി ഇന്നത്തെ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു മൊമെൻറ്റ്സൊക്കെ കണ്ടപ്പം. ഇതാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈഡ് വന്ദന, ദിഗ്ജയുടെ സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട്. വെഡ്ഡിങ് മൊമെൻറ്റ്സൊക്കെയാണ്. നമ്മൾ കസിൻസിൻ്റെ വക ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേറെ തന്നെ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് റിസപ്ഷനാണ്. ആ ടൈമിൽ ജസ്റ്റ് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതെൻ്റെ പപ്പ, അച്ഛൻ്റെ ബ്രദറ്, നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് സൽക്കാരം ഉണ്ടായിരുന്നു വന്ദനയുടെ വീട്ടിൽ. ഇറ്റ് വാസ് ഓൾസോ എ ഹാപ്പി മൊമെൻറ്റ്. പക്ഷേ കുറേ പേരുണ്ടായിരുന്നില്ല, കാരണം എല്ലാവർക്കും വർക്കൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് സൽക്കാരത്തിന് പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും ഇനിയൊരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു മൊമെൻറ്റ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരേക്കും ഒരു വെഡ്ഡിങ് കാലം കഴിഞ്ഞതിൻ്റെ എഫക്റ്റ് മനസ്സിലുണ്ടാവും.